നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളുടെ കല്യാണം അടുത്തന്നെ കേട്ടോ. ആ മോളെ ഞാൻ ഇപ്പോഴേ അങ്ങ് ക്ഷണിച്ചേക്ക്. അതിനെന്താ, ഞാൻ 2 ദിവസം മുമ്പേ വരും. മോളെന്നാ നിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഇരിക്കാനൊന്നും നേരമില്ല മുത്തശ്ശി. ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇതിലെ ഒന്ന് പോയപ്പോ കേറിയെന്നേ ഉള്ളൂ. മോള് ഒന്നും പറയണ്ട, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. എടി, വീട്ടിലേക്ക് ഒരു കൊച്ചു വരുമ്പോ നീ എന്തെങ്കിലും മാറി നിൽക്കുന്നേ? എടി, അതിന് കുടിക്കാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്ക്. അമ്മ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം വീട്ടിൽ വരുന്നവരോട് കാണിക്കേണ്ട മര്യാദയൊക്കെ. തർക്കുത്തരം പറയാൻ നിന്നെ ആരും പഠിപ്പിക്കണ്ടല്ലോ. എന്തോ ഇവള്. താങ്ക് യു. മോക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ഉണ്ടാക്കിത്തരാം. അമ്മേ, ഈ ചോദ്യം കേൾക്കുമ്പോ എനിക്ക് ഒരുപോലെ സന്തോഷവും സങ്കടമാ. കാരണം എനിക്ക് അമ്മയില്ല. ഞാൻ ജനിച്ചപ്പോഴേ എന്റെ അമ്മ മരിച്ചുപോയതാ. എന്റെ അമ്മയുടെ ജീവിതത്തിന്റെ പേരാ എനിക്കിട്ടിരിക്കുന്നെ. സിന്ദഗി എന്ന് വെച്ചാ ജീവിതം. ആ, ഇന്നിപ്പോ ഞാൻ ഊണ് കഴിക്കാനൊന്നും നിക്കുന്നില്ല അമ്മേ. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിത്യ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കയറിയതാ. അതിനെന്താ, ഒരു പിടി ചോറിന് എത്ര നേരം വേണം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ധൃതി ഉണ്ടെങ്കി പൊക്കോ. ഹലോ, പൈസ. ഓ, മനോഹരേട്ടൻ ഇത് എവിടെയായിരുന്നു? ഞാൻ ഒരുപാട് തവണ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു. എന്താകത്തൊരു ചിരിയും ബഹളമൊക്കെ. അതെ, നിത്യമോളുടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഓ, പുതിയ ഏണി പിടിച്ചോ? അതൊന്നുമല്ല, നല്ലൊരു കുടുംബത്തിലെ കൊച്ച. സിന്ദഗി എന്ന പേര്. സില്ലൂന്ന് വിളിക്കും. പാർവതി, ശരത്തുള്ള ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരണ്ടായിരുന്നു. മനോഹരേട്ട, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അച്ഛാ, ഇതാണ് സില്ലു, സിന്ദഗി, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ. മോളെ, മിടുക്കിയായിട്ട് പഠിച്ച്
ഒരു വലിയ ആളാകണം കേട്ടോ. ഇതെന്തുപദേശാടാ? ഒരാളെ കാണുന്ന പാടെ മിടുക്കിയായിട്ട് പഠിച്ചു വലിയ ആളാകണമെന്ന്. ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണോ? അല്ലാതെ പിന്നെ കണ്ട വഴിയെ പോയി പടുകുഴിയിൽ ചെന്ന് വീഴണമെന്ന് പറയാൻ പറ്റുമോ? അം, ആ നിത്യ പറഞ്ഞ അനുസരിച്ച് സിന്ധിക്ക് മിടിക്കുക എനിക്കറിയാം. ശരത്തിനത് നന്നായിട്ട് അറിയാവുന്ന എനിക്കും അറിയാം. ഓ ഭയങ്കര ചൂട്. കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. സംഭാരം എടുക്കട്ടെ. അത് ക്ലേശയല്ലേ. ദാഹിച്ചു വരുന്നവന് സംഭാരം. കുറച്ച് പച്ചവെള്ളം തന്നാ മതി, കുടിച്ചോളാം. ആ എങ്ങനെയുണ്ട് ശരത്തെ വില്ലയുടെ പണി? പെയിന്റിംഗ് ഒക്കെ തുടങ്ങിയോ? അത് വൈറ്റ് വാഷ് ഉടനെ എല്ലാം തുടങ്ങും. നടക്കട്ടെ, നല്ല കാര്യം. അത് എത്രയും വേഗം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിത്യക്കുട്ടി, എനിക്ക് പോവാൻ സമയം. അയ്യോ, ജ്യൂസ് മാത്രല്ലേ കുടിച്ചുള്ളൂ. കുറച്ച് സമയം കൂടി നിന്നാ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോവാം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, എനിക്ക് പോവാൻ നേരമായി. ഇനി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് വരാം. ഇതിപ്പോ നിത്യ നിർബന്ധം പിടിച്ചോണ്ട് മാത്രം വന്നതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ നിത്യ. ശരി, ഇറങ്ങട്ടെ. അച്ഛ പോട്ടെ. അയ്യോ, ഈ കൊടുമ്പയിലത്ത് കൊച്ചെങ്ങനെ പോകും? അതിനെന്താ, ശരത്തേട്ടൻ കൊണ്ടുപോയി വിട്ടോളൂ. അത് വേണ്ട, ഞാൻ വേണമെങ്കിൽ ഒരു ടാക്സി ഏർപ്പാട് ചെയ്യാം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ല ശരത്തേട്ടാ? പിന്നെ അല്ലാതെ ഞാൻ എന്തായാലും ടൗണിലേക്ക് പോവാ. അപ്പൊ ബൈക്കിന് ബില്ല് ഒരാളിരിക്കുന്നതിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ. ഈ അസ്ഥിത്തറ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ. ഇത് അതോ, അത് എന്റെ ഒരു ചേട്ടന്റെ അസ്ഥിത്തറയാ. നിന്റെ ഒരു ചേട്ടനോ? നിനക്കൊരു ചേട്ടനേ ഉള്ളൂ. നിന്റെ ചേട്ടന്റെ അസ്ഥിത്തറ. പഴയ ആചാരമാ ഇങ്ങനെയൊക്കെ വിളക്ക് വെക്കണോന്നൊക്കെ. അതുകൊണ്ട് നമ്മളങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അതെ, ഇതൊക്കെ ഉടനെ ഇപ്പൊ പൊളിച്ചാണ്. ഞങ്ങൾ ഈ വീടിന് ഒരു റിനോവേഷൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അത് ഞാനും കൂടെ തീരുമാനിക്കട്ടെ. ഞാൻ ജീവിച്ചിരിക്കുമല്ലേ. അല്ലച്ചാ, നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് എപ്പോ വേണേലും മരിക്കാവല്ലോ.